നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ഏപ്രിൽ മാസം 1-ാം തീയതി ബുധനാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ സംസ്ഥാനത്തും രാജ്യവ്യാപകമായും നിരവധി മാറ്റങ്ങളാണ് വരുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, അസംസ്കൃത വസ്തുക്കളുടെ വിലയിൽ ഉണ്ടായ വർധനവും ഉൽപാദന ചെലവും കുത്തനെ ഉയർന്നതും കാരണം ജില്ലയിൽ സോഡയുടെയും ശീതള പാനീയങ്ങളുടെയും വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതായി നിർമ്മാതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 2 മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരും. വലിയ ബ്രാൻഡുകളുടെ പ്ലാസ്റ്റിക് കുപ്പികളിൽ വരുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സുകളുടെ വിപണി വ്യാപനം പരമ്പരാഗത കുപ്പി സോഡ വ്യവസായത്തെ ഗുരുതരമായ പ്രതിസന്ധിയിലാക്കിയതായി നിർമ്മാതാക്കൾ അഭിപ്രായപ്പെട്ടു. തിരിച്ചു ഉപയോഗിക്കുന്ന ഗ്ലാസ് കുപ്പികളിൽ അധിഷ്ഠിതമായ ഈ ഒരു മേഖലയ്ക്ക് വിപണിയിൽ പിടിച്ചു നിൽക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. പുതിയ നിരക്കുകൾ പ്രകാരം ഒരു പെട്ടി സോഡയ്ക്ക് 140 രൂപ, സോഫ്റ്റ് ഡ്രിങ്ക്സിന് ഒരു പെട്ടിക്ക് 220 രൂപയുമാണ് ഈടാക്കുക. ചില്ലറ വിൽപ്പനയിൽ ഒരു സോഡയ്ക്ക് 8 രൂപയുണ്ടായിരുന്നത് 10 രൂപയായും സോഫ്റ്റ് ഡ്രിങ്ക്സിന് 10 രൂപയുണ്ടായിരുന്നത് 15 രൂപയുമായും നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ഒരു വില വർധനവ് 2026 ഏപ്രിൽ 2 വ്യാഴാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കുന്ന വസ്തുക്കൾ നഷ്ടമായാൽ ലോക്കർ ഉടമയ്ക്ക് വാർഷിക വാടകയുടെ 100 ഇരട്ടി തുക ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ലോക്കറിൽ സൂക്ഷിക്കുന്ന വസ്തുക്കൾ പരിശോധിക്കാനും വില രേഖപ്പെടുത്തുവാനും ബാങ്കുകൾക്ക് അനുമതിയില്ല. ഈ ഒരു നിയന്ത്രണം നിലവിലുള്ളതിനാൽ ലോക്കറിലെ വസ്തുക്കളുടെ ശരിക്കുള്ള മൂല്യത്തിന് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നത് അസാധ്യമാണെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഓരോ വസ്തുക്കൾ വെവ്വേറെ നഷ്ടപരിഹാരം നൽകുന്നത് സാധ്യമല്ല. അതിനാൽ ലോക്കർ തകർക്കപ്പെടുകയോ മറ്റെന്തെങ്കിലും തരത്തിൽ നഷ്ടം വരികയോ ചെയ്താൽ 100 മടങ്ങ് തുക നൽകാനാണ് തീരുമാനമെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, സംസ്ഥാനത്ത് ഗാർഹിക LPG, പെട്രോൾ, ഡീസൽ എന്നിവയുടെ വിതരണത്തിൽ യാതൊരു പ്രതിസന്ധിയും നിലവിലില്ല എന്ന് സിവിൽ സപ്ലൈസ് കമ്മീഷണർ അറിയിച്ചു. കൊമേഴ്സ്യൽ LPG വിതരണവുമായി ബന്ധപ്പെട്ട ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നല്ലാതെ LPG വിതരണത്തിൽ തടസ്സങ്ങൾ ഒന്നും തന്നെ ഇല്ല. മാർച്ച് 29 സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ സെമി എസൻഷ്യൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഫാർമസ്യൂട്ടിക്കൽ, റെയിൽവേ, കാറ്ററിംഗ് അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് അവരുടെ ആവശ്യകതയുടെ 100% LPG വിതരണം വർദ്ധിപ്പിച്ചും ഹോട്ടൽ, റെസ്റ്റോറന്റ്, ഇൻഡസ്ട്രിയൽ ബേസ്ഡ് സർവീസുകളിൽ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് അവരുടെ ആകെ ആവശ്യകതയുടെ 62% LPG വിതരണം നടത്തുവാനും നിർദ്ദേശത്തിൽ നൽകിയിട്ടുണ്ട്. ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് പരാതികൾ അറിയിക്കുന്നതിന് എല്ലാ താലൂക്കിലും LPG കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട്. താലൂക്ക് കൺട്രോൾ റൂമിൽ അറിയിച്ചിട്ട് നടപടി തൃപ്തികരമല്ല എങ്കിൽ ബന്ധപ്പെട്ട ജില്ലാ കൺട്രോൾ റൂമുകളിൽ പരാതി നൽകാവുന്നതാണ്. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, ദേശീയപാതകളിലൂടെയുള്ള യാത്രകൾ ഇനി കൂടുതൽ സുഗമമാകും. നിലവിലുള്ള ഫാസ്ടാഗ് സംവിധാനത്തിന് പകരമായി ഉപഗ്രഹ അധിഷ്ഠിത GPS ടോൾ പിരിവ് സംവിധാനം ഏപ്രിൽ 1 മുതൽ രാജ്യത്തുടനീളം നടപ്പിലാക്കുകയാണ്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം അറിയിച്ചു. ടോൾ പ്ലാസകളിൽ വാഹനം നിർത്താതെ തന്നെ യാത്ര തുടരാൻ സഹായിക്കുന്ന ഈ ഒരു പദ്ധതി ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ്. ലോകത്തെ വികസിത രാജ്യങ്ങളിൽ നിലവിലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഇന്ത്യയിലെ ഹൈവേകളിലും ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. പുതിയ സംവിധാനത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത പേ ആസ് യു യൂസ് എന്ന രീതിയാണ് നിലവിൽ. 2 ടോൾ പ്ലാസകൾ കുറഞ്ഞ ദൂരം മാത്രം സഞ്ചരിക്കുന്നവരും മുഴുവൻ തുക നൽകേണ്ടി വരുന്നുണ്ട്. എന്നാൽ GPS സംവിധാനം വരുന്നതോടെ ഒരു വാഹനം ദേശീയപാതയിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നുവോ അത്രയും ദൂരത്തിന് മാത്രം ടോൾ നൽകിയാൽ മതിയാകും. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, ഏപ്രിൽ 1 മുതൽ രാജ്യത്തെ നികുതി നിയമങ്ങളിലും മാറ്റം വരുന്നു. പുതിയ നികുതി വ്യവസ്ഥ തിരഞ്ഞെടുക്കുന്നവർക്ക് 12 ലക്ഷം രൂപ വരെയുള്ള വാർഷിക വരുമാനത്തിന് നികുതി നൽകേണ്ടതില്ല. സെക്ഷൻ 87A പ്രകാരമുള്ള റിബേറ്റ് 60,000 രൂപയായി വർദ്ധിപ്പിച്ചതാണ് ഇതിന് കാരണം. ശമ്പളക്കാരുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയായി ഉയർത്തിയതോടെ ഫലത്തിൽ 12.75 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് നികുതി ഭാരം ഒഴിവായി.
പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഏപ്രിൽ മാസത്തിൽ വരുന്ന മാറ്റങ്ങളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനു സൈനിങ് ഓഫ്.